സാറിന്റെ ലൈഫ് എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികൾക്ക് എല്ലാവർക്കും ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ ആണ്. ബിക്കോസ് അത്രയും ലൈഫ് എക്സ്പീരിയൻസസ് ഒക്കെ ഉള്ള ഒരാളാണ് സാർ. എന്താണ് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാനുള്ള ഒരു മെസ്സേജ് എന്ന് പറയുന്നത്? കുട്ടികൾക്ക് കൊടുക്കാനുള്ള മെസ്സേജ് ഒന്നേ ഉള്ളൂ. നമ്മുടെ 5 രീതിയിലാണ് ലഹരി വസ്തുക്കളുടെ ഉപയോഗം നാം സമൂഹത്തിൽ കാണുന്നത്. There are 5 ways that you should understand. ഒന്ന്, ഇപ്പോൾ ലഹരി വസ്തുവിന്റെ പേരിൽ പുതിയ സാധനങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അത് നിങ്ങളുടെ സ്കൂളുകളിലെ തൊട്ടടുത്തുള്ള 100 മീറ്റർ 200 മീറ്ററിന്റെ കടകളിൽ, അന്നോട് പെട്ടി കടകളിൽ, തട്ടക്കടകളിൽ ഈ സാധനങ്ങൾ ഉണ്ടെന്ന കാര്യം ഞങ്ങൾക്ക് അറിയാം. 99% ആ സാധനങ്ങൾ അവിടെ ഉണ്ട്. നിങ്ങൾ ഒരിക്കലും ഒരു പ്രാവശ്യമാണെങ്കിലും അതോ കഴിക്കാൻ പാടില്ല. അതാണ് താങ്കളോട് ആദ്യത്തെ പറയാറുള്ളത്. ഈ പ്രായമുള്ള കുട്ടികളുടെ ഒരു തെറ്റിദ്ധാരണ ഉണ്ട്. ഒരു പ്രാവശ്യം മാത്രം നോക്കാതെ, ഒരു പ്രാവശ്യം ഒന്നും സംഭവിക്കില്ലല്ലോ. അതാണ് ഇതിന്റെ പേരാണ് 3 കാരണം. ഇതിന്റെ 3 കാരണമാണ് പറയുന്നത് കുട്ടികൾ കഴിക്കുന്നത്. ഒന്ന്, ആകാംക്ഷ, ക്യൂരിയോസിറ്റി കൊണ്ടാണ്. ഇവന് കഴിച്ച് നോക്കിയാലോ, പിന്നെ ഞാൻ കഴിക്കില്ല. പക്ഷെ അങ്ങനെയല്ല. ലഹരിയുടെ കാര്യത്തിൽ ഒരു പ്രാവശ്യം കഴിച്ചുള്ള കുട്ടി തീർച്ചയായിട്ടും വീണ്ടും കഴിച്ചിരിക്കും. രണ്ടാമത്തെയാണ് പിയർ പ്രഷർ. സീനിയർ ക്ലാസിന്റെ കുട്ടികൾ ഇല്ലെങ്കിൽ കൂടെ പഠിക്കുന്ന സുഹൃത്തുക്കളാണ് ആദ്യമായിട്ട് ലോകത്തിൽ, കേരളം മാത്രമല്ല ഇന്ത്യ ലോകത്തിൽ, ഡ്രഗ് ഒരു കുട്ടിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അവരുടെ കൂടെ പഠിക്കുന്ന കുട്ടികളാണെന്ന് സംശയമൊന്നും വേണ്ട. അതും ഫ്രീ ആയിരിക്കും. അതിൻ്റെ ഒരു വേറെ ഈ ഡ്രഗിൻ്റെ ഒരു നേച്ചറുണ്ട്. ദ ഫസ്റ്റ് ഡോസ് ഷാൽ ഓൾവേസ് ബി ഫ്രീ. ഒരു സംശയം വേണ്ട. അപ്പോൾ കുട്ടി അങ്ങനെയാണ് തുടങ്ങുന്നത്. രണ്ടാമത്തെ ഡോസ് നിങ്ങൾ ചോദിച്ചാൽ അവർ ആരും ആയാലും, അത് കടക്കാരായാലും സുഹൃത്തായാലും പൈസ ചോദിച്ചിരിക്കും. സോ അത് നിങ്ങൾ കഴിക്കാൻ മാത്രമല്ല, ആരെയും നിങ്ങൾ കഴിക്കാൻ കാണുകയാണെങ്കിൽ ഒരു നമ്പർ ഞാൻ തരാം അവസാനത്ത്. അവിടെ വിളിച്ച് പറഞ്ഞാൽ ആൾക്ക് എവരായിട്ട് നടപടി ഉണ്ടാവും. 5 കുറ്റങ്ങൾ പറഞ്ഞല്ലോ. ഒന്ന്, ഉൽപാദനം. രണ്ടാമത് ഉപയോഗം, അതായത് ഇത് ഉപയോഗിക്കുക. നമ്പർ 3 ഇതിൻ്റെ വിൽപ്പന. നമ്പർ 4 വിതരണം, ഡിസ്ട്രിബ്യൂഷൻ. 5ാമത്തെ കാര്യം പ്രേരണ. ആരെ ഇത് കഴിക്കാൻ പ്രേരിപ്പിക്കുന്നു? അത് സാധാരണ സീനിയർ ക്ലാസ്സിൻ്റെ കുട്ടികളാണ് ചെയ്യുക. പിന്നെ നിങ്ങൾ യാതൊരു വർഷവും അത് കഴിക്കാതെ ഇരിക്കുക. ദിസ് ഇസ് ഓൾ ഐ വാണ്ട് ടു ടെൽ ദം. ഓക്കേ, താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. സാർ നമസ്കാരം. സാറിനെ കണ്ടതിൽ കുറേ സന്തോഷം. തകളെ ഞാൻ ദിവസേന കാണുന്നുണ്ട്. നിങ്ങൾ ഏതായാലും എപ്പോഴും കാണും. But I congratulate you that you are all busy people. I asked them, Mr. Sandra Kumar, Mr. Harishankar, right? Yes. And you know, Mr. Sharath, we know it from a long time. അപ്പോൾ ഈ ഷോ, അമൃതയുടെ ഷോ നോക്കുമ്പോൾ താങ്കൾക്ക് ആ പേഷ്യൻസിന് സല്യൂട്ട് ഉണ്ട് കേട്ടോ. ഈ കുട്ടികൾ എത്ര 4 days 5 days, I think that is every month or every 15 days or so. MG ശ്രീകുമാറിനോട് ഈസ് ഓൾസോ എ ഫ്രണ്ട്. അദ്ദേഹത്തിനും ഞാൻ പറയാറുണ്ട്, ഐ റിയലി അഡ്മയർ യുവർ പേഷ്യൻസ്, ബട്ട് യു ആർ ഡൂയിങ് ഫോർ എ ഗുഡ് കോസ്. ഇത് പറയാനുള്ള കാരണം സാർ ഇത് ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഒരു കുട്ടി ലഹരി വസ്തു കഴിക്കാതെ ഇരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? അവരെ ഏതൊരു പാട്ടിലോ ഇല്ലെങ്കിൽ സ്പോർട്സിലെ കുട്ടിയെ ബിസി ആക്കിയാൽ മതി. ടു ദാറ്റ് എക്സ്റ്റെൻഡ് ഹി വിൽ ബി അവേ ഫ്രം ദ ഡ്രഗ്സ്. അത് മാത്രം സാർ വിചാരിച്ചാൽ മതി. യു ആർ ബേസിക്കലി കീപ്പിംഗ് എ ലോട്ട് ഓഫ് ചിൽഡ്രൻ അവേ ഫ്രം ഡ്രഗ്സ്. അത് എത്ര മാത്രം എനിക്ക് പറയാൻ പറ്റും. വളരെ വളരെ കാര്യം. എനിക്ക് സത്യം, ഞാൻ ഈ ഒരു ക്യാമ്പയിന് വേണ്ടി എൻ്റെ അടുത്തൊരു വീഡിയോ ചോദിച്ചിരുന്നു, പക്ഷെ എനിക്ക് കൊടുക്കാൻ മറന്നുപോയി. കാര്യം ഞാൻ ഈ സിനിമാക്കാരുടെ ഇടയിൽ ഇപ്പോഴും ഞാൻ ഫിലിമുകൾ ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്കിതുവരെ എൻ്റെ ലൈഫിൽ ഒരു ഡ്രഗ് ഉപയോഗിക്കണമെന്നോ അല്ലെങ്കിൽ ഒരു ബിയറെങ്കിലും കുറച്ച് കുടിക്കണമെന്നോ തോന്നിയിട്ടില്ല. അത് തോന്നിക്കത്തുമില്ല. എനിക്ക് വേണ്ടാന്ന് നമ്മൾ തീരുമാനിച്ചതാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മുടെ അമ്മയും പെങ്ങളെയൊക്കെ തിരിച്ചറിയാവുന്ന ഒരു ബുദ്ധിയോടെ മക്കളെ നിങ്ങൾ എല്ലാവരും ഉണ്ടാവണം എന്നാണ് എൻ്റെ പ്രാർത്ഥന. അപ്പോൾ എല്ലാവരും, നമ്മൾ ലഹരിയല്ല നമുക്ക് വേണ്ടത്, നിങ്ങൾക്ക് വേണ്ട സംഗീതമാണ്. സംഗീതം ഒരു ലഹരിയാക്കുക, അതേ ഉള്ളൂ. മ്യൂസിക് അല്ലെങ്കിൽ സ്പോർട്സ് എന്നിപ്പോൾ സാറ് പറഞ്ഞ പോലെ. ഈ സാർമാർ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കില്ലാതെ കാരണം മനസ്സിലായോ? സാർമാർ ലഹരി ഉപയോഗിക്കുന്നുണ്ട്. സംഗീതം ഒരു ലഹരിയാണ്. ഈ കഴിക്കലുള്ള സാധനങ്ങൾ മാത്രം ലഹരിയായിട്ട് പറയാൻ പാടില്ല. ഇൻടോക്സിക്കേഷൻ ക്യാൻ ബി ഇൻ വേരിയസ് വേസ്. മ്യൂസിക് ഒരു ലഹരിയാണ്. സ്പോർട്സ് ആണെങ്കിൽ അത് ഒരു ലഹരിയാണ്. ആക്ച്വലി നിങ്ങൾ നമ്മുടെ ശരീരത്തിന്റെ കാര്യം ഒന്ന് മനസ്സിലാക്കണം. നമ്മുടെ ശരീരത്തിൽ എപ്പോഴും ഒരു ഹാപ്പിനെസ് വേണം.
ഹാപ്പിനെസ് വേണമെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഒരു ഡോപ്പോമൈൻ പറഞ്ഞിട്ട് ഒരു ഹോർമോൺസ് നമ്മുടെ ശരീരത്തിലേക്ക് വരണം. ഡോപ്പോമൈൻസ് എങ്ങനെ വരിക? ശരത് സാറിന്റെ കാര്യമാണെങ്കിൽ അദ്ദേഹം കുറെ പാട്ട് പാടുന്നു, അദ്ദേഹത്തിന്റെ ഡോപ്പോമൈൻ കിട്ടുന്നു, അദ്ദേഹം ഹാപ്പി ആവുന്നു, അദ്ദേഹത്തിന് വേറെ ലഹരിന്റെ ആവശ്യമില്ല. ഹരിശങ്കർ പാട്ട് പാടുന്നു, അദ്ദേഹത്തിന്റെ പാട്ട് നാട്ടുകാരെ കേൾക്കുന്നു, ഈസ് ഹാപ്പി, ഡോപ്പോമൈൻ വന്നു കഴിഞ്ഞു. അപ്പൊ പിന്നെ അദ്ദേഹം ഒരിക്കലും പിന്നെ വേറെ ലഹരിയിലേക്ക് പോകാനുള്ള ആവശ്യം അവർക്കും ഉണ്ടാവില്ല. സെയിം ഷാൻ റഹ്മാനുമായി ഞാൻ 1-2 വേദിയിൽ ഞാൻ വന്നിട്ട് നിങ്ങളുടെ തൊപ്പിയാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. എനിക്ക് ആൾ മനസ്സിലായില്ല. ഷാൻ റഹ്മാനെ അറിയാത്ത ഇവിടെ ആരുമില്ല. എത്രയോ സിനിമയിൽ അദ്ദേഹം മ്യൂസിക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ സാറിനെ ലാസ്റ്റ് കാണുന്നത് ട്രിവാൻഡ്രത്ത് വെച്ചിട്ടാണ്. അന്ന് ഏതോ ഒരു പ്രോഗ്രാമിന് സാറായിരുന്നു ഗസ്റ്റ്. അപ്പം സാർ അന്ന് പാടി. എനിക്ക് തോന്നുന്നു സാറ് പാടിയത് പഠിച്ചിട്ടുണ്ട് ഉറപ്പായിട്ടും മാണിക്യ വീണയാണോ അതോ ഏതോ ഒരു പാട്ടായിരുന്നു, അല്ലിയാമ്പൽ, ഇതിലേതോ ഒരു പാട്ടായിരുന്നു സാറ് പാടിയത്. ഭയങ്കര അപ്രീസിയേഷൻ ആയിരുന്നു. വെച്ചാൽ ആരും എക്സ്പെക്ട് ചെയ്തില്ല സാറിങ്ങനെ. സാർ ഇത്ര ഒരു കർക്കശ സംഭവം വെച്ചിട്ട് പാടുമ്പോഴേ നമുക്ക് ഞെട്ടിപ്പോവും. സാറിന്റെ പാട്ട് കേൾക്കണോ? നമുക്ക് എല്ലാവർക്കും ഒരാഗ്രഹമുണ്ട്. ചന്ദനലേപ്പ് സുഗന്ധം ചൂടിയതാരോ കാട്ടോ കാമിനിയോ, ചന്ദനലേപ്പ് സുഗന്ധം ചൂടിയതാരോ കാട്ടോ കാമിനിയോ, മൈവർണ്ണ പെട്ടി തുറന്ന് കൊടുത്തത് യൗവനമോ ഋതു ദേവതയോ, യൗവനമോ ഋതു ദേവതയോ, ചന്ദനലേപ്പ് സുഗന്ധം ചൂടിയതാരോ കാട്ടോ കാമിനിയോ. സൂപ്പർ സൂപ്പർ സൂപ്പർ. അല്ല, നമുക്ക് കിട്ടിയ ഒരു നല്ലൊരു ഗസ്റ്റ് ആയിരുന്നു. ഇതിനപ്പുറം ഒരു ഗസ്റ്റിനെ നമുക്ക് ഈ ഒരു ഡേ കിട്ടാനില്ല. സിംഗിങ് സാർ പാടിയതിനും നന്ദി. മനോഹരമായിട്ട് സാർ പാടി. ഡ്രഗ്സിനെതിരെയുള്ള ഈ ഒരു പോരാട്ടം എന്ന് പറയുന്നത് തന്നെ അത് സർ ഹൈലി കമൻഡബിൾ ആണ്. കാരണം ആ ഒരു അവയർനെസ് നമ്മുടെ കുട്ടികൾക്ക് വേണം, അല്ലെങ്കിൽ സംബഡി ഷുഡ് സ്പീക്ക് അല്ലേ. അതിനു വേണ്ടിയിട്ട് സർ എത്രയോ സ്കൂൾസിൽ സാർ പോയി അല്ലേ, 4000 സ്കൂൾസിൽ സാർ പോയിട്ട്. അപ്പൊ അങ്ങനെ ഒരു അവയർനെസ് ഉണ്ടാക്കാന്ന് പറയുന്നത് തന്നെ സർ ബിഗ് സല്യൂട്ട് ടു യു. ഓക്കെ സർ, താങ്ക് യു സോ മച്ച്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സർ പറഞ്ഞു തന്നു അല്ലേ. കുട്ടികൾക്കും നമുക്കും നമ്മുടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് സർ അത് പറഞ്ഞു തന്നത്. അപ്പോ ഇന്ന് ഈ ഒരു ലഹരി വിരുദ്ധ ദിനമായിട്ട് നമ്മളൊരു പ്രതിജ്ഞ കൂടെ എടുക്കാൻ പോവാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അതിലേക്ക് പോവാം. മയക്കുമരുന്ന്, മദ്യം, പുകയില, പാൻ മസാല തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങൾ വ്യക്തികളെയും കുടുംബാംഗങ്ങളെയും ആരോഗ്യപരമായും സാമ്പത്തികമായും സാമൂഹികമായും സാംസ്കാരികമായും നശിപ്പിക്കുന്ന സാമൂഹ്യ വിപത്താണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ എന്തെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയോ അത് ഉപയോഗിക്കുവാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയോ ചെയ്യില്ല എന്നും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത് എന്റേതായ കടമ നിറവേറ്റുമെന്നും ലഹരി വിമുക്ത സമൂഹത്തിനായി പ്രയത്നിക്കുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ജയ് ഹിന്ദ്. താങ്ക് യു സോ മച്ച് സർ, താങ്ക് യു സോ മച്ച്. അപ്പൊ പാട്ടിനെ ഇത്രയും ഇഷ്ടപ്പെടുന്ന സാറിനെ നമ്മളിപ്പോ വിടണ്ട അല്ലേ, കുറച്ച് ടൈം നമ്മുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ട് സാറ് പോയാൽ മതി. ഓക്കെ, സാറിന്റെ സീറ്റ് അവിടെ ഉണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു.